20 ലക്ഷത്തിലേറെ ഹാജിമാർ ഇത്തവണയും ഹജ്ജിൽ പങ്കെടുക്കും. 1.25 ലക്ഷത്തോളം ഇന്ത്യക്കാരും. ഹജ്ജിനായി ഇത്തവണ സൗദി അറേബ്യ എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അതിൻ്റെ കഥ പറയുന്നതായിരുന്നു ജിദ്ദയിൽ നടന്ന ഹജ്ജ് എക്സ്പോ. ലോകത്ത് നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡ് സ്ഥാപിച്ചാണ് 2023 വിടവാങ്ങുന്നത്. ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിഅ ജിദ്ദയിലെ ഹജ്ജ് എക്സ്പോയിൽ വെച്ച് പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. ഇതുപ്രകാരം കഴിഞ്ഞ വർഷം വിദേശത്തു നിന്നും 1,35,00,000 തീർത്ഥാടകരാണ് മക്കയിലേക്കും മദീനയിലേക്കുമായി എത്തിയത്. ഇതിനു മുൻപ് വിദേശ തീർത്ഥാടകരുടെ എണ്ണം ഏറ്റവും ഉയർന്നത് 2019 അന്ന് 85.5 ലക്ഷം പേരാണ് വിദേശത്തു നിന്നും ഉംറക്കായി എത്തിയത്. വിസ നടപടികൾ എളുപ്പമാക്കിയതാണ് ഉംറ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ഈ വർഷം ഹജ്ജിലും സമാനമായിരിക്കും സ്ഥിതി. 20 ലക്ഷത്തിലേറെ പേരാണ് ഇത്തവണയും ഹജ്ജിൽ പങ്കെടുക്കുക. ഇതിൽ ഇന്ത്യയിൽ നിന്നും 1.25 ലക്ഷം പേർ ഹജ്ജിനെത്തും. ഹൈടെക് തന്നെയായിരിക്കും ഇത്തവണത്തെയും ഹജ്ജ്. അതിൻ്റെ ഉൾക്കാഴ്ചയായിരുന്നു ജിദ്ദ സൂപ്പർ ഡോമിൽ നടന്ന ഹജ്ജ് എക്സ്പോ. തീർത്ഥാടകരുടെ പുണ്യകേന്ദ്രങ്ങളിലെ അനുഭവം സമ്പന്നമാക്കാൻ ലക്ഷ്യമിട്ട് വികസന പ്രവർത്തനങ്ങൾ മക്ക മദീന നഗരങ്ങളിൽ തുടരുകയാണ്. ഇതുവരെ 10 പുതിയ ചരിത്ര കേന്ദ്രങ്ങളിലും 18 മറ്റു കേന്ദ്രങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും ഹജ്ജ് എക്സ്പോയിൽ പങ്കെടുത്തിരുന്നു. ഈ വർഷത്തെ ഹജ്ജിന് 35 കമ്പനികളാണ് സേവനങ്ങൾ നൽകുക. കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് 20 കമ്പനികളായിരുന്നു സേവനം നൽകിയത്. അതിനും മുമ്പത്തെ വർഷം വെറും 6 കമ്പനികളും. ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹജ്ജ് കമ്പനികളുടെ എണ്ണവും സൗദി അറേബ്യ വർദ്ധിപ്പിക്കുകയാണ്. മക്ക മദീന നഗരികളിലേക്ക് നേരിട്ട് വിമാന സർവീസ് നടത്തുന്ന ലോക നഗരങ്ങളുടെ എണ്ണം 164 നിന്നും 216 ഉയർത്തിയിട്ടുണ്ട്. 500 കോടിയിലേറെ റിയാലിന്റെ പശ്ചാത്തല വികസന പദ്ധതികളാണ് നിലവിൽ മക്ക മദീന നഗരികൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നത്. അമിതമായ ചൂട് നേരിടാൻ പുതിയ ശീതീകരണ സംവിധാനങ്ങളും പുണ്യകേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ലോകരാജ്യങ്ങളുമായുള്ള ഹജ്ജ് കരാറുകളും എക്സ്പോ വേദിയിൽ വെച്ച് ഒപ്പുവെച്ചു. വരാനിരിക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ നാട് സൗദി അറേബ്യ ഹാജിമാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സേവനങ്ങളെ പറ്റിയിട്ടുള്ളൊരു പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ഹജ്ജിൽ ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് ഇവിടെ ലഭ്യമാകാൻ പോകുന്നത്, ഏതൊക്കെ മുത്തവഫുമാർ സേവനങ്ങളാണ്, അതുപോലെ തന്നെ വളണ്ടിയർ ഓർഗനൈസേഷൻ സേവനങ്ങളാണ്, അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ സേവനങ്ങളാണ്, ഹോട്ടൽ സേവനങ്ങൾ, ഇതൊക്കെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ ഹജ്ജ് മന്ത്രാലയ പ്രതിനിധികളും മന്ത്രിമാരും വ്യവസായ സംരംഭകരും ഒത്തുചേരുന്ന വിവിധ സമ്മേളനങ്ങളും എക്സ്പോയിൽ വെച്ച് നടന്നിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികൾ മുതൽ ചെറുകിട സ്ഥാപന പ്രതിനിധികൾ വരെ ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഹജ്ജ് എക്സ്പോയ്ക്ക് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഹജ്ജ് ആൻഡ് ഉംറ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ എക്സിബിഷൻ യഥാർത്ഥത്തിൽ വരുംകാല ഹജ്ജുകൾ ഏത് രീതിയിൽ ഹൈടെക് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ്. വരുന്ന ഹജ്ജിൽ ഏതൊക്കെ സർവീസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും, ലോജിസ്റ്റിക് ആയിക്കോട്ടെ, മറ്റു രീതിയിലുള്ള താമസങ്ങളായിക്കോട്ടെ, പിന്നെ ഹജ്ജിൻ്റെ വളണ്ടിയർഷിപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിലും വളരെ ഉന്നതമായ ഒരു നിലവാരം പുലർത്തുന്ന ഒരു സംഗതിയായിരിക്കും വരുന്ന ഹജ്ജുകൾ എന്ന് നമുക്ക് ഈ ഒരു ഒരുക്കങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് എന്ത് നമ്മുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ
ഇൻഫർമേഷൻസും കാര്യങ്ങളും തന്നെയാണ് ഇവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിൽ ഓരോ തവണയും മികച്ച സാങ്കേതിക വിദ്യയാണ് സൗദി അറേബ്യ ഉപയോഗിക്കാറുള്ളത്. ഇത്തവണ അതിൽ എടുത്തു പറയേണ്ടതാണ് പുറത്തിറക്കിയ പുതിയ ആംബുലൻസ്. ഏത് കാലാവസ്ഥയിലും ഏത് തരം ഭൂമിയിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്നതാണ് ഇത്. പുണ്യകേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഡ്രൈവറില്ലാ കാറുകളും ഇത്തവണ കൂടുതലായി രംഗത്തിറങ്ങും. മദീന ഹറമിൽ നിന്ന് കുബാ പള്ളിയിലേക്ക് സർവീസ് നടത്തുന്ന ആ വാഹനം തന്നെയാണിത്. The capacity for this vehicle, it's 15 passengers. Okay, it's the maximum speed is 25 km/h. It's operating in Neom since 2 years, zero accident, alhamdulillah. It's safe, self-driving vehicle. The charging for this vehicle can operate this vehicle until 9 hours. It takes maximum 4 hours to full charge. ആപ്പ് ഉപയോഗിച്ച് സ്റ്റോപ്പും കയറേണ്ട സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവുമെല്ലാം നിശ്ചയിക്കാം. In Neom, anyone in Neom there can request the vehicle in application. It will arrive in time. We are planning now to operate this vehicle in Al Madina, between Al Madina and Quba Mosque. It's called Jaddat Quba in 5 kilometers. ഇത്തവണ കൂടുതലായി ഹജ്ജ് നഗരികളിലും ഈ വാഹനം രംഗത്തിറക്കും. അത്യാധുനിക രീതിയിൽ പുറത്തിറക്കിയ പോലീസിന്റെയും സുരക്ഷാ വിഭാഗങ്ങളുടെയും പുതിയ തരം വാഹനങ്ങളും എക്സ്പോയിലെ ആകർഷണമായിരുന്നു. ഹൈടെക് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെയും ഹജ്ജ്. അതിനെ മറികടക്കും വിധമായിരിക്കും ഇത്തവണത്തെ ഒരുക്കങ്ങൾ. അതിൻ്റെ ഉൾക്കാഴ്ച കൂടിയാണ് എക്സ്പോയിൽ ഒരുക്കിയിരുന്നത്. ലോകത്തെ 80 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളും സംരംഭകരും ഈ എക്സ്പോയിൽ പങ്കെടുത്തിരുന്നു. ഹജ്ജ് രംഗത്ത് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സർവീസുകളും മേഖലയിലെ നിക്ഷേപ സാധ്യതകളും വിലയിരുത്താൻ വേണ്ടി കൂടിയാണ് ഓരോ വർഷവും ജിദ്ദയിൽ ഹജ്ജ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്.